നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശിവക്ഷേത്രത്തിൽ 21 ദിവസം പിൻവിളക്ക് തെളിയിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ദേവന്മാരുടെ ദേവനായ ശിവഭഗവാൻ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനാണ്. ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുഃഖങ്ങളില്ല. ഏത് ദുർഘടകമായ ദശാസന്ധിയെയും മറികടക്കാൻ ശിവഭഗവാനെ ധ്യാനിച്ചാൽ മാത്രം മതിയാകും. മനഃശുദ്ധിയോടെ ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ഉരുവിടുമ്പോൾ നാം നിന്നോടൊപ്പമുണ്ട് എന്ന് മനസ്സിനെയും ശരീരത്തിനെയും ബോധ്യപ്പെടുത്തുകയും ഭഗവാന്റെ ദിവ്യമായ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തി അനുഭവിച്ചറിയുകയും ചെയ്യുന്നതാണ്. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ധാര. ശിവഭഗവാന്റെ ശിരസിന് മുകളിൽ തൂക്കിയ പ്രത്യേക പാത്രത്തിൽ സുഷിരമുണ്ടാക്കി 3 ദർഭ കൂട്ടിയുണ്ടാക്കിയ ചരടിലൂടെ ശിവഭഗവാന്റെ ശിരസിലേക്ക് ധാര ഇറ്റുവീഴുന്നു. നല്ല ശുദ്ധജലമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ്. പിൻവിളക്ക് പാർവതി ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. 21 ദിവസം തുടർച്ചയായി പിൻവിളക്ക് തെളിയിച്ചാൽ പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം, കുടുംബ ഐശ്വര്യം എന്നിവ ഉണ്ടാകും. ഭഗവാന് ധാര നടത്തുന്നത് സകല രോഗങ്ങളുടെയും പരിഹാരങ്ങൾക്ക് ഉത്തമമാണെന്നാണ് വിശ്വാസം. ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ ധാര കഴിക്കുന്നത് ഉത്തമമാണ്. പിറന്നാൾ ദിനത്തിൽ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ശിവഭഗവാന് ധാര. ധാര കഴിക്കുന്നതിനൊപ്പം മൃത്യുഞ്ജയ ഹോമവും പായസവും കഴിപ്പിക്കണം. ശിവഭഗവാന്റെ ശിരസിലേക്കാണ് ഗംഗ ആദ്യം ഒഴുകി വീണത്. അതുകൊണ്ട് ധാരാജലം ഗംഗാതീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. അഗ്നി കൊണ്ട് ചൂട് പിടിച്ച അവസ്ഥയിലാണ് ശിവഭഗവാന്റെ ശിരസ്. ഭഗവാന്റെ ശിരസിനെ തണുപ്പിക്കാനാണ് ധാര നടത്തുന്നത്. ധാര നടക്കുന്ന സമയം മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാന്റെ ദർശനം നടത്തിയാൽ ആയുരാരോഗ്യം, സൗഖ്യം, കുടുംബത്തിന് സന്തോഷവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സകല ദുരിതങ്ങളിൽ നിന്നും മോക്ഷമാണ് ധാര നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. ക്ഷീരധാര, ഇളനീർധാര തുടങ്ങിയ അഭിഷേകങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. പാൽ, ഇളനീർ, പനിനീർ, നെയ്, ഭസ്മം, എണ്ണ തുടങ്ങിയവയൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട അഭിഷേകങ്ങളാണ്. പാലഭിഷേകവും ഇളനീർ അഭിഷേകവും നടത്തിയാൽ വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണ്. പല ഉദര രോഗങ്ങൾക്കും ഉത്തമമാണ് പാലഭിഷേകം. സന്താന സൗഭാഗ്യത്തിന് ഇളനീർ അഭിഷേകവും മനോസുഖത്തിന് നെയ്യഭിഷേകവും ഉദര രോഗശമനത്തിനും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും ബുദ്ധിഭ്രമം ഇല്ലാതാക്കുന്നതിനും അപസ്മാരം ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണ്. പനിനീർ അഭിഷേകം മനോസൗഖ്യത്തിനും, ഭസ്മാഭിഷേകം ശരീരസുഖത്തിനും, എണ്ണയഭിഷേകം പാപനാശത്തിനും ഉത്തമമാണ്. ശനിദശ, കണ്ടകശനി, 7.5 ശനി തുടങ്ങിയ ദശാസന്ധിയിൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമാണ്. ജാതകം, മുഹൂർത്തം, വിവാഹപൊരുത്തം, മറ്റ് പരിഹാര കർമ്മങ്ങൾ തുടങ്ങിയ സേവനങ്ങൾക്കായി ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.